യും അഭിമന്യരായ സുൽത്താനുൽ ഉലമയുടെ മനുഷ്യർക്കൊപ്പം എന്ന പ്രത്യേകമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ സന്ദേശയാത്രയിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യം അത്തരമൊരു വൈവിധ്യപൂർണമായിട്ടുള്ള സമ്പൽ സമൃദ്ധമായ രാജ്യമായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ രാജ്യം ഇന്ന് കാണുന്ന ഈ ഒരു അധസ്ഥിതി വിഭാഗത്തിലേക്ക് മാറ്റപ്പെട്ടത്? നമ്മുടെ രാജ്യം GDP യെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ നിലവാരം ഉയർത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പോലും നമ്മുടെ രാജ്യത്തെ മാറ്റിവൽക്കരിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഇവിടെ ആരുടെ എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമഈയത്തുൽ ഉലമ ഈ മഹത്തായ പ്രമേയം ഉയർത്തിപ്പിടിക്കുന്നത്. മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഏറ്റവും മഹോന്നതമായിട്ടുള്ള പ്രമേയം ഉയർത്തിപ്പിടിക്കാനുള്ള കാരണം അതാണ്. നമ്മുടെ രാജ്യത്ത് ആരും അരികുവൽക്കരിക്കപ്പെട്ടുകൂടാ. നമ്മുടെ രാജ്യത്ത് ഒരു മനുഷ്യരും മാറ്റി നിർത്തപ്പെടാൻ പാടില്ല. എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന, എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന, നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന രൂപത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കൃതിയെ നമുക്ക് വരച്ചു ചേർക്കേണ്ടതുണ്ട്. ഈ രാജ്യം അത്രമേൽ സമ്പൽ സമൃദ്ധിയായിരുന്നു. നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, നമ്മുടെ എല്ലാ മനുഷ്യരും പരസ്പരം തോളോട് തോളൊരുമി ചേർന്ന് നിൽക്കുന്ന ആ ഒരു പഴയകാല സംസ്കൃതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റിയെഴുതുക എന്ന് പറയുന്നതാണ് സമസ്ത കേരള ജമഈയത്തുൽ ഉലമയുടെ 100ാം വാർഷികം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ 100 വർഷം കൊണ്ട് തികയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തിൽ എഴുതപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ധീരമായ പ്രസ്ഥാനം ഇവിടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയധാരകളെ കവർന്നു തന്ന, ഇസ്ലാമിന്റെ ഇത്തിക്കണങ്ങളായി പ്രവർത്തിക്കുന്ന വഹാബിവൽക്കരണത്തിനെതിരെയും ഈ സമസ്ത കേരള ജമഈയത്തുൽ ഉലമ ശക്തമായ പ്രതിരോധം തീർത്തിട്ടുണ്ട്. ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ പോലും ആശയ ആദർശത്തെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നമ്മുടെ ഇടനെഞ്ചിൽ ചേർത്ത് വെച്ച ആ മഹത്തായ പ്രസ്ഥാനത്തിന് ഒരു നിലക്കും കൈവിടാതെ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഏറ്റവും മഹോന്നതമായ സംസ്കാരം, സുന്നി ആദർശത്തെ കൈവിടാതെ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനം. അതേ ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ പോലും ഒന്നാമതായും രണ്ടാമതായും കൊണ്ട് സമൂഹത്തിന്റെ വിശ്വാസകർമ്മങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വിശ്വാസകർമ്മങ്ങളെ ബാധ്യരാക്കുന്ന രൂപത്തിൽ ഇവിടുത്തെ വഹാബി പ്രസ്ഥാനങ്ങൾ പ്രതികരിക്കുമ്പോൾ അതിനെതിരെയും ശക്തമായ പോരാട്ടം നയിക്കാൻ ഈ പ്രസ്ഥാനം ബാധ്യസ്ഥരാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ജനുവരി 1 മുതൽ 17 വരെ നടക്കുന്ന ഐതിഹാസികമായ കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്ര അത് വമ്പിച്ച് വിജയമാക്കി മനുഷ്യരോട് കൂടെ നിൽക്കാൻ, മനുഷ്യപ്പറ്റുള്ള, മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യനെ പ്രമേയമാക്കുന്ന, മനുഷ്യന്റെ ഇടനെഞ്ചിൽ കാത്തു സൂക്ഷിക്കുന്ന മുഴുവൻ ജനവിഭാഗത്തിനും നിങ്ങളുടെ മനസ്സാ വാചാ കർമ്മനായുള്ള മുഴുവൻ പിന്തുണയും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളെ ശബ്ദം ശ്രമിച്ച് ഞങ്ങളെ കേട്ട, ഞങ്ങൾക്ക് വേണ്ടി സ്വീകരണങ്ങൾ ഒരുക്കിത്തുന്ന ഇവിടുത്തെ മുഴുവൻ കുമ്പളയിലെ മുഴുവൻ ആളുകളെയും ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങളെ സ്നേഹജീവികളെയും മനുഷ്യരെയും ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് പോകുന്ന വാർത്തകളും വിശേഷങ്ങളും കേട്ട് നമ്മുടെ പ്രഭാതം ഉണരുമ്പോൾ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിനെതിരെ പ്രതികരിക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടങ്ങളോ ഈ രാജ്യത്തിന്റെ മാധ്യമ പ്രവർത്തകരോ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഖേദകരമാണ്. നമ്മുടെ അന്ത്യചർച്ചകളിൽ നമ്മുടെ രാജ്യത്തിന് ഒരു ഗുണവുമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം മനുഷ്യർ അനുഭവിക്കുന്ന വേദനയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന വേദനകളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. മനുഷ്യൻ ഇങ്ങനെ അധപ്പതനത്തിലേക്ക് നീങ്ങുന്ന ഈ രാഷ്ട്രത്തിന്റെ പുതിയ സമവാക്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്താൻ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി അറിയിച്ച് ജാഥാവ് നായകൻ നമ്മോട് സംബന്ധിക്കുന്നു. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.
വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.